നമ്മുടെ ജോസഫ് വാഴക്കൻ്റെ കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞു കാണും എന്ന് വിചാരിക്കും. ഈ വാഴക്കൻ എൻ്റെ ഒരു പരിചയക്കാരനും ചിരകാല സുഹൃത്തുമാണ്. ഒരിക്കൽ KSUവിൻ്റെ ഒരു ക്യാമ്പിന് പ്രസംഗിക്കാൻ വേണ്ടി പത്തനംതിട്ട ജില്ലയിലെ ചാരൽക്കുന്നിൽ ചെന്നപ്പോൾ ചാരൽക്കുന്നിൽ നിന്ന് അദ്ദേഹം എന്നെ കാറിൽ കയറ്റി തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിട്ടുപോയി ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു. അത്ര അടുപ്പമുള്ള സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിനുമൊക്കെ എന്നെ കാര്യമായിട്ട് ക്ഷണിച്ചിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സിയാലിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. എന്തോ കാരണവശാൽ എനിക്ക് പോകാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ വാഴക്കൻ അതിൽ വലിയ സങ്കടം രേഖപ്പെടുത്തിയത് ഞാനിപ്പോൾ ഓർക്കും. വാഴക്കൻ്റെ സഹധർമ്മിണി ശ്രീമതി ലീലാമ്മ അറിയപ്പെടുന്ന ഒരു ഗായികയാണ്. യൂട്യൂബിൽ അവരുടെ ഗാനങ്ങൾ ഞാനെല്ലാം വിടാതെ കേൾക്കുന്ന ആളാണ്. ഇനിയിപ്പോൾ വാഴക്കൻ്റെ എന്തെങ്കിലും പ്രസംഗം കേൾക്കാൻ വിട്ടുപോയാലും ലീലാമ്മയുടെ ഒരു പാട്ട് പോലും ഞാൻ മിസ് ചെയ്യാറില്ല. എനിക്ക് അദ്ദേഹത്തോടും അവരോടും വലിയ അടുപ്പവും സ്നേഹമാണുള്ളത്. ഈ സ്നേഹം നിലനിർത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ പറവൂരിൽ നിന്ന് ഒരു കേസ് കഴിഞ്ഞ് എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചിയോട് അടുക്കുന്ന സമയത്ത് ശ്രീ വാഴക്കൻ എന്നെ ഫോണിൽ വിളിച്ചു. അപ്പോൾ ഇദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, മിക്കവാറും കാഞ്ഞിരപ്പള്ളിയിലായിരിക്കും എന്ന് ഞാൻ കേട്ടിരുന്നു. അല്ല ഇരിങ്ങാലക്കുടയിലേക്കും ഏറ്റുമാനൂർക്കും അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കുന്നുണ്ട് എന്ന് കേട്ടിരുന്നു. ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ്, കാഞ്ഞിരപ്പള്ളിയാണോ? അപ്പോൾ അതേപോലെ അല്ല, ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂർ മത്സരിക്കാൻ ഏതാണ്ട് ഉറപ്പായി, ഒറ്റ പേരായിട്ട് പോയിട്ടുണ്ട്. ഇനി അവിടുന്ന് പാസ്സായി വന്നാൽ മാത്രം മതി. അപ്പോൾ പ്രചരണമൊക്കെ ആരംഭിക്കുകയാണ്. വക്കീലിനൊന്ന് വിളിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അത് മനസ്സിലായി. ഏതായാലും ഇങ്ങനൊരു സന്ദർഭത്തിൽ നമ്മളെ ഓർത്തല്ലോ, അതിൽ വളരെ നന്ദിയുണ്ട്. പിന്നെ ഞങ്ങൾ പഴയ മൂവാറ്റുപുഴ മത്സരിച്ചതിനെക്കുറിച്ചുള്ള ചില തമാശകളൊക്കെ പങ്കുവച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വക്കീൽ ഓഫീസിൻ്റെ മുമ്പിലെത്തി സംസാരം അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വാർത്ത വരുന്നു, വാഴക്കിന് സീറ്റില്ല. ഏറ്റുമാനൂർ സീറ്റിൽ കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷാണ് മത്സരിക്കുന്നത്. ഏറ്റുമാനൂർ അത്ര എളുപ്പത്തിൽ ജയിക്കാവുന്ന ഒരു സീറ്റല്ല. വാഴക്കൻ മത്സരിച്ചാലും സുരേഷ് മത്സരിച്ചാലും എതിരാളി വില്ലാളി വീരനാണ്. വില്ലാളി വീരൻ എന്ന് പറഞ്ഞാൽ പോരാ, ആനയെ മയക്കുന്ന അരിങ്ങോടനാണ്. സാക്ഷാൽ VN വാസവന് മണി പവറും മസിൽ പവറും ഉണ്ട്. പിന്നെ സാംസ്കാരിക നായകന്മാരുടെ പിന്തുണയുണ്ട്, സാമുദായിക പിന്തുണയുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. G. സുകുമാരൻ നായർ അതിനേക്കാളും അടുത്ത ആളാണ്. എല്ലാം എത്രമാരുടെ ആളാണ്. അന്ത്യോക്യ ബാവയ്ക്കും ദേവലോകം ബാവയ്ക്കും ഒരേ അഭിപ്രായമുള്ള ആളാണ്. കത്തോലിക്ക മെത്രാന്മാരുടെ കാര്യവും പറയേണ്ടതില്ല. പെന്തിക്കോസുകാർക്കും വളരെ പ്രിയങ്കരനായ വ്യക്തിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ജയിച്ചേ തീരൂ എന്ന വാശിയിൽ നിൽക്കുന്ന ആളാണ് വാസവൻ. ആ വാസവനെതിരെ മത്സരിക്കാൻ നാട്ടക സുരേഷിനാണ് ഇപ്പോൾ യോഗം തെളിഞ്ഞിരിക്കുന്നത്. സുരേഷ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ അപ്പോഴാണ് വേറൊരു കാര്യം അറിയിക്കുന്നത്. ഈ വാഴക്കൻ ഏറ്റുമാനൂർ സീറ്റ് ഉറപ്പായ സാഹചര്യത്തിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം പോസ്റ്ററുകൾ അടിക്കാൻ കൊടുത്തു. പോസ്റ്റർ അടിച്ച് കൈ കിട്ടി, ഫ്ലെക്സ് ബോർഡുകൾ തയ്യാറാക്കി കിട്ടി. ഇനി ഇതെന്ത് ചെയ്യും എന്നുള്ള ഒരു ആശങ്കയിലാണ്. അടിക്കാനുള്ള കാശ് പോയി എന്നുള്ള വേറെ കാര്യം. അപ്പോൾ ഇത് വാർത്താ മാധ്യമങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ അയാൾ കാഞ്ഞിരപ്പള്ളി ഭാഗത്തുള്ളതാണ്. പുള്ളി എനിക്കൊരു മെസ്സേജ് അയച്ചു. പണ്ട് വാഴക്കൻ കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ അതുവരെ അവിടെ MLA ആയിരുന്ന ജോർജ് J. മാത്യു, പൊട്ടംകുളം അപ്പച്ചൻ എന്ന് പറയും, ഈ അപ്പച്ചനും ഇതേ അനുഭവം തന്നെ ഉണ്ടായി. അപ്പച്ചൻ പക്ഷേ പ്രസ്സിൽ കൊടുത്തിരുന്നേ ഉള്ളൂ, അടിച്ച് കൈ കിട്ടിയിരുന്നില്ല എന്നുള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ഇത് തന്നെ പല സ്ഥലത്തും സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ദീപ്തി മേരി വർഗീസ് കൊച്ചിയിൽ മത്സരിക്കാനായിട്ട് പോസ്റ്റർ അടിപ്പിച്ച് കഴിഞ്ഞു. പക്ഷേ പോസ്റ്റർ അടിച്ച് കിട്ടുമ്പോഴത്തേക്കും ദീപ്തി അല്ല അവിടെ സ്ഥാനാർത്ഥി, മുഹമ്മദ് ഷിയാസാണ് എന്ന കാര്യം വ്യക്തമായി. ഇതിനേക്കാളും കരളരിപ്പിക്കുന്ന വേറൊരു സംഭവം പണ്ട് നമ്മുടെ MM ഹസനെ പറ്റിയിട്ടുണ്ട്. ഹസൻ 2016 തെരഞ്ഞെടുപ്പാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ല 2011 അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടും എന്ന് പ്രതീക്ഷ ഉണ്ടെന്ന് തോന്നുന്നു. ഈ കായംകുളം, അല്ലെങ്കിൽ ഹരിപ്പാട്, അതുമല്ലെങ്കിൽ ആലപ്പുഴ, അതുമല്ലെങ്കിൽ ആലുവ, ഇങ്ങനെ ഒരുപാട് സീറ്റുകൾ അദ്ദേഹം പ്രതീക്ഷിച്ചു. അതുകൊണ്ട് എന്താ വെച്ചാൽ MM ഹസന് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് എന്നുള്ള ഒരു ഫ്ലക്സ് അടിപ്പിച്ചു. മണ്ഡലത്തിൻ്റെ പേര് പറഞ്ഞില്ല, ഏത് മണ്ഡലത്തിലെ മത്സരിക്കുക വെച്ചാൽ അവിടെ കൊണ്ട് വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ കഷ്ടകാലത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഹസന് ഒരു സ്ഥലത്തും മത്സരിക്കാൻ പാർട്ടി ടിക്കറ്റ് കൊടുത്തില്ല. അതുകൊണ്ട് ഈ അടിച്ചു കിട്ടിയ ഫ്ലക്സ് ഹസനെ നോക്കി കൊഞ്ഞനം കാണിച്ചു എന്നുള്ളതാണ്. അന്ന് പത്രത്തിലൊക്കെ വാർത്തയായിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് ഹസൻ്റെ ദുർവിധി. ഇപ്പോൾ ഇതേ സംഗതി വാഴക്കിന് സംഭവിച്ചിരിക്കുകയാണ്. അത് തന്നെ ദീപ്തിക്കും സംഭവിച്ചിരിക്കുകയാണ്. ഇതാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വലിയ കുഴപ്പം. നേതാക്കന്മാർ വിശ്വസിച്ച് ഒരാൾക്കും പ്രചരണത്തിന് ഇറങ്ങാൻ പറ്റിയില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ അടപ്പ് തെറിച്ച് പോകും. ഇനി എങ്ങനെയാണ് വാഴക്കൻ്റെ കപ്പിനും ചുണ്ടിനിടയിൽ ഈ ഏറ്റുമാനൂർ സീറ്റ് തട്ടിപ്പോയത് എന്നും കൂടി അറിയണ്ടേ. നാട്ടക സുരേഷിൻ്റെ പേര് പരിഗണിച്ചിരുന്ന കാഞ്ഞിരപ്പള്ളിയിലേക്കായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് ഏറ്റുമാനൂർക്ക് വരുന്നു. ആരും തലമുണ്ടനം ചെയ്തിട്ടൊന്നുമല്ല. അതിനിടയ്ക്ക് കോൺഗ്രസ് ഹെഡ് ഓഫീസിലേക്ക് ആർക്കും ഒരു കാര്യം സംശയം തോന്നി. അതായത്
കാഞ്ഞിരപ്പള്ളിയിലെ കാഞ്ഞിരപ്പള്ളിയിലെ LDF സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ പ്രൊഫസർ ജയരാജാണ്. അപ്പോൾ ജയരാജനെ പോലെ ഒരു പ്രൊഫസറെ നേരിടണമെങ്കിൽ കോൺഗ്രസും ഒരു പ്രൊഫസറെ രംഗത്തിറങ്ങണം. അവർ പല പ്രൊഫസർമാരെ അന്വേഷിച്ചു, ആലോചിച്ചു, പക്ഷേ ആരും കൂട്ടാക്കിയില്ല. അപ്പോഴാണ് കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക് കോളേജിൽ ഒരു പ്രൊഫസറുണ്ട്. അദ്ദേഹം കോൺഗ്രസ് അനുഭാവിയാണ്, കോൺഗ്രസ്സുകാരുടെ അധ്യാപക സംഘടനയുടെ ഒരു നേതാവും കൂടിയാണ്. അദ്ദേഹത്തെ കണ്ടെത്തി, മാഷെ എങ്ങനെയെങ്കിലും പാർട്ടിയുടെ മാനം രക്ഷിക്കണം, ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊഫസർ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊരു ദുർബല നിമിഷത്തിൽ ആ പ്രൊഫസർ സമ്മതം മൂടി. സാധാരണഗതിയിൽ നാരായണക്കുറുപ്പിൻ്റെ മകൻ ജയരാജനെതിരെ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ച് ജയിക്കുക ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു പ്രൊഫസറെ കിട്ടി, പ്രൊഫസർ സമ്മതിച്ചു, പ്രൊഫസർ സ്ഥാനാർത്ഥിയായി. അങ്ങനെ ഇപ്പോൾ പ്രൊഫസറാണ് അവിടുത്തെ കാഞ്ഞിരപ്പള്ളിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്നത്. നാട്ടക സുരേഷിനെ ഏറ്റുമാനൂർക്ക് ഷണ്ട് ചെയ്തിരിക്കുകയാണ്. പാവം വാഴയ്ക്കിന് സീറ്റിലുണ്ടായി. ഇതിനേക്കാൾ രസമാണ് പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥിയുടെ കാര്യം. പൂഞ്ഞാറിൽ അധികം ആളുകൾ ആരും അറിയുന്ന ആളല്ല ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി. അവിടെ അറിയപ്പെടുന്ന നിരവധി കോൺഗ്രസ്സുകാർ മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ടായിരുന്നു. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവർ അടക്കം പൂഞ്ഞാറിൽ മത്സരിക്കാൻ താല്പര്യമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അവരെ ആരെയും കോൺഗ്രസിനെ സ്പോൺസർ ചെയ്യുന്ന ചില സാമുദായിക ശക്തികൾക്ക് താല്പര്യം തോന്നിയില്ല. അപ്പോൾ ഈ സാമുദായിക ശക്തികൾക്ക് താല്പര്യമുള്ള ഒരാൾ, അദ്ദേഹത്തിന് മെത്രാൻ്റെയും കൈവപ്പുണ്ട്, പോപ്പുലർ ഫ്രണ്ടിൻ്റെയും കൈവപ്പുണ്ട്. അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹമാണ് പൂഞ്ഞാറിനെ ഇനി മത തീവ്രവാദത്തിൽ നിന്നും മതമൗലികവാദത്തിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അനവധി തമാശകൾ ഉണ്ട്. സീറ്റ് നഷ്ടപ്പെട്ട എല്ലാവരും വേദനയിൽ പങ്കുചേർത്തു. അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.